നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, ലൈഫിൽ പല കാര്യത്തിനും നമുക്ക് പേടിയുണ്ടാവും. ചില ആളുകൾക്ക് ഇരുട്ട് ഭയങ്കര പേടിയാവും, ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര പേടിയാവും, ചില ആളുകൾക്ക് ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിൽക്കാൻ പേടിയാവും, അതായത് പൊതുസ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പേടിയുള്ള ആളുകളുണ്ടാവും. ലൈക്ക് കേൾക്കുമ്പോൾ നമുക്ക് സില്ലിയായിട്ട് തോന്നും, പക്ഷെ അതൊക്കെ പേടിയുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചെറിയ ചെറിയ പ്രാണികളെ പേടിയാവും. ഇതേപോലെ ലൈക്ക് നിങ്ങളെ പേടികൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലൈക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ പേടികളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി എന്താ? ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇരുട്ട്, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന, ഇതൊക്കെ കുറേ ആളുകളുടെ പേടികളാണ്. പക്ഷേ ഈ പറഞ്ഞ ആളുകളുടെ ഒന്നും ഏറ്റവും വലിയ പേടി ഇതല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഉത്തരം കിട്ടും, നിങ്ങളുടെ പേടികൾ എന്തെങ്കിലും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫിയർ. കാരണം എന്താ പറയുക, അതായത് നമ്മളൊരു സ്വപ്നം കാണുന്നുണ്ട് വിചാരിക്കാം. ഓക്കെ, നമുക്ക് വലിയൊരു കാര്യം നേടാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു എന്താ പറയുക, ഓക്കെ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്കൊരു നായകനാണ്, അതായത് ഒരു ഹീറോ, ഫിലിം ആക്ടർ ആവണം, ഭയങ്കര പോപ്പുലറായ ഒരുപാട് ഫെയിമുള്ളൊരു ഫിലിം ആക്ടർ ആകണം. അങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഒരു സമയത്ത് ലൈക്ക് നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓരോ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഡയറക്ടർ കോള് വരികയാണ്. ലൈക്ക് അപ്കമിങ് ആയൊരു ബിഗ് ബഡ്ജറ്റ് പുതിയൊരു അപ്കമിങ് മലയാളം മൂവിയിലോട്ട് നിങ്ങളെ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നോ ഡൗട്ട് നിങ്ങളാവും ചിലപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഭയങ്കര പേടിയാവും. പക്ഷെ നിങ്ങളത് പുറത്ത് കാണിക്കണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും വലിയ പേടിയായിട്ട് ഇത് മാറും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അത് എത്രത്തോളം അടിപൊളിയായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യുന്നത് ഓക്കെ ആവുമോ, ഞാൻ ചെയ്യുന്നത് നന്നാവുമോ, ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ നൂറുകണക്കിന് ഡൗട്ട്സ്, കൺഫ്യൂഷൻസ്, ഇതെല്ലാം കൂടെ നമ്മളങ്ങനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇതൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ റെഡി ആയിരിക്കും. 101% നമ്മൾ റെഡി ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ചുറ്റും ലൈക്ക് നമ്മുടെ തന്നെ തോട്ട്സ്, ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യും. ലൈക്ക് പേടിയാവണം നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാവും അത് ചെയ്യണം. കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയും ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഏറ്റവും വലിയ അവസരമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി. പക്ഷേ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി മാറുകയും ചെയ്യുക. കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വപ്നം നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തെത്തി എന്ന് തോന്നുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം, എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ടുകളും കൺഫ്യൂഷൻസും വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന പേടി. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് നമ്മളെക്കാൾ നന്നായിട്ട് അതൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരും. ചെയ്തു കഴിഞ്ഞാൽ മേ ബി നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടി തുടങ്ങും. കാരണം ചങ്കി കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതിലൊരു സത്യം ഉണ്ടെങ്കിൽ, അതിന് വേണ്ടി നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാവും ഒരു ദിവസം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടിയായി മാറുക. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്, അതും കൂടി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ നമ്മുടെ ടെൻഷനും കൂടും. കാരണം അത്ര കാലത്തെ കാത്തിരിപ്പ് പാഴായി പോവോ, ചെയ്ത് നന്നാക്കാൻ പറ്റില്ലേ എന്നങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത് കാണണം. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫിയർ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് കൂടാണ്. ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ്ഗസ്റ്റ് ഫിയർ ആകുന്നത്. ഈ ബിഗ്ഗസ്റ്റ് ഫിയറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക എഫേർട്ട് നമ്മൾ നൽകേണ്ടത്. ആ എഫേർട്ട് എത്രത്തോളം നമ്മൾ നന്നായിട്ട് നൽകുന്നോ അതിൻ്റെ അത്രയും പോലെ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടി തുടങ്ങും. വിച്ച് മീൻസ് ഞാൻ പറഞ്ഞു വന്നത് എത്ര ഉള്ളൂ, നമ്മളൊക്കെ ലൈഫിൽ പല കാര്യത്തെ പേടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും
നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആ ഒരു അവസരമാകും അതിനേക്കാൾ എത്രയോ നമുക്ക് പേടി ഉണ്ടാവുക. പക്ഷെ ആ ഒരു പേടി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നമുക്ക് തരാൻ പറ്റും. സോ അങ്ങനെയുള്ള ഈ ഒരു ജീവിതത്തിൽ നമുക്ക് വരുന്ന ചെറിയ ചെറിയ പേടികളെ വലുതാക്കി കണ്ടുകൊണ്ട് കുറേ ആളുകൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് വരും. അതേ സ്ഥാനത്ത് എന്താ പറയുക, വലിയ വലിയ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് പേടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകളും ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പേടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാൻ കാരണം നിങ്ങൾക്കത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന കൺഫ്യൂഷൻ ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ ചെയ്യുന്നത് പാളിപ്പോവോ എന്ന തെറ്റിദ്ധാരണ, നിങ്ങളതിന് ഓക്കെ ആണോ, നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്ന സെൽഫ് ഡൗട്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ആ ചാൻസ് മിസ്സാക്കുന്നത്, അല്ലേ? സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളും നിങ്ങൾക്ക് ചുറ്റുള്ള ആളുകളും നിങ്ങളെ ജഡ്ജ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളൊന്നും 2126 ജീവനോടെ ഉണ്ടാവില്ല. അതായത് കറക്റ്റ് ഒരു 100 വർഷം കഴിഞ്ഞാൽ ആരും ജീവനോടെ ഉണ്ടാവില്ല. ആരെ ബോധിപ്പിക്കാനാ, ആരെ കാണിക്കാനാ ഈ പേടിച്ച് മാറി നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? ലൈക്ക് ഓരോ ഫീൽഡിലും ഓരോ രീതിയിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്ന എല്ലാവരും ഇതേപോലെ ചാൻസുകൾ ഉപയോഗിച്ച് വന്ന ആളുകളാണ്. ആ ചാൻസുകളിൽ ചിലത് പാളിപ്പോയിട്ടുണ്ടാകാം, ചിലത് നന്നായിട്ടുണ്ടാകാം, ചിലത് വളരെ നന്നായിട്ടുണ്ടാകാം, ചിലത് ഒന്നിനും കൊള്ളതായി പോയിട്ടുണ്ടാകും. ബട്ട് യൂസ് യുവർ ചാൻസ് ബ്രോ, മിസ്സാക്കരുത്. കാരണം നമുക്കൊരു പോയിന്റിൽ എത്തണം, ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചാൻസും നമ്മൾ വലിയ ചാൻസുകളായിട്ട് കാണാൻ പഠിക്കണം. അതിൽ പേടി ഉണ്ടാവും, പക്ഷെ ആ പേടി എപ്പോഴാണ് ഇല്ലാണ്ടാവുക എന്നറിയോ? നമ്മൾ ചെയ്ത് തുടങ്ങുമല്ലോ, ആ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കണം, ഒന്നാമത്തെ കാര്യം. 2, അത് ചെയ്യണം. അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു ധൈര്യം, ആ ധൈര്യം നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് വീണ്ടും അടിപൊളിയായിട്ട് ചെയ്യാൻ തരുന്ന ഒരു ആത്മവിശ്വാസം, അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണത്. സോ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, ചാൻസുകൾ മിസ്സാക്കരുത്. വലിയ വലിയ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് മനസ്സിലാക്കണം, പേടി ഉണ്ടാവും. ആ പേടിക്ക് വളരെയധികം വലുപ്പവും ഉണ്ടാവും, വലിയ പേടിയാവും ഉണ്ടാവുക. പക്ഷെ വലിയ സന്തോഷം തരാൻ പറ്റുന്ന പേടിയാണത്. നമുക്ക് വലിയ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ റിസ്ക് എടുക്കണം, അല്ലേ? വലിയ സ്വപ്നങ്ങൾ കാണണം. വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്ക് വലിയ റിസ്ക് ഉണ്ടാവും. വലിയ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും. വലിയ റിസൾട്ട് കിട്ടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ആലോചിക്ക്, എന്ത് വേണം, തീരുമാനം നമ്മുടേതാണ്. ഓക്കെ.